പാലക്കാട് നെന്മാറയിൽ ഗൃഹനാഥനെയും അമ്മയെയും കൊലപ്പെടുത്തി. നെന്മാറ സ്വദേശി ചെന്താമരനാണ് രണ്ടുപേരെ വെട്ടിക്കൊന്നത്. ഇയാളുടെ അയൽവാസികളായ സുധാകരൻ, അയാളുടെ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമരൻ. ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഇരട്ട കൊലപാതകം നെന്മാറയിൽ, വിവരങ്ങൾ എന്താണ് ഷംന? അപർണ, അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അയൽവാസിയായ ഈ ചെന്താമര, ഈ മീനാക്ഷിയും മകൻ സുധാകരനുമാണ് മരിച്ചത്. ഈ സുധാകരന്റെ ഭാര്യയെ നേരത്തെ തന്നെ ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു. അതിന്റെ പേരിൽ ഇയാൾ നേരത്തെ ജയിലിൽ പോയതാണ്. ഭാര്യ സജിതയാണ് കൊന്നത്. അതിന്റെ കേസിൽ 2019 മുതൽ ഇയാൾ ജയിലിലാണ്. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടായിരുന്നു ഈ ചെന്താമര. ഇത് തുടർന്നാണ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പിന്നീട് ഈ മീനാക്ഷിയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നെന്മാറ തോക്കുണ്ടി ബോയൻ കോളനിയിലാണ് സംഭവം. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ നാടിനെ നടുക്കിയ ഈ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത് നേരത്തെ തന്നെ വ്യക്തി വൈരാഗ്യം, അതുപോലെ അയൽവാസികൾ തമ്മിലുള്ള ഈ തർക്കത്തെ തുടർന്നാണ് നേരത്തെയും കലഹമുണ്ടായത്. അങ്ങനെ ഇയാളുടെ ഭാര്യ, സുധാകരന്റെ ഭാര്യയെ സജിതയും ഇത്തരത്തിൽ ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു. അതിന്റെ പേരിൽ 2019 ഇയാൾ ജയിലിൽ പോയി. എന്നിട്ടും അവിടുന്ന് അവസാനിച്ചില്ല. വീണ്ടും ഈ ജാമ്യത്തിലിറങ്ങിയ ഒരു സമയത്ത് വീണ്ടും ഈ ഭാര്യ, ഇയാളുടെ ഭർത്താവിനെയും സുധാകരനെയും ഒപ്പം മീനാക്ഷി സുധാകരന്റെ അമ്മയുടെ മീനാക്ഷിയെയും മകനെയും വീണ്ടും വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത്തരത്തിൽ ഒരു അടംകൊല നാടിനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷംന, ഇത് നേരത്തെ തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ സുധാകരന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ്. ഇങ്ങനെ ഒരു കൊലപാതക ഭീഷണിയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അക്രമ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഇവർ കൊടുത്തിരുന്നോ? അതറിയാമോ? അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ ഷംനയാണ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം, അമ്മയെയും മകനെയും വെട്ടിക്കൊന്നിരിക്കുന്നു. സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. സുധാകരന്റെ ഭാര്യയെ മുൻപ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയാണ് ഈ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഷംന, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ്? അത് കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ 2019 തന്നെ ജയിലിൽ പോയതാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ഇന്നൊരു ഇരട്ട കൊലപാതകം നാടിനെ നടക്കുന്ന ഒരു സംഭവം വീണ്ടും ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ തർക്കത്തെ തുടർന്ന് അന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊലപാതകം നടത്തിയ സജിതയുടെ കൊലപാതകം നടന്നു. അതിനുശേഷം ഇയാൾ ജയിലിൽ പോയതിനു ശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരു ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ഈ പ്രതിയായ ചെന്താമര വീണ്ടും ഈ പക അടങ്ങാതെ വീണ്ടും ഇവരെയും കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അടുത്ത വരും മണിക്കൂറുകളിൽ തന്നെ ഇതിന്റെ ബാക്കി വിശദാംശങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാടിന് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് രാവിലെ 10 മണിയോടുകൂടി നെന്മാറയിൽ ഇന്ന് സംഭവിച്ചത്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഈ ഒരു സംഭവം. ബോയൻ കോളനിയിലെ അമ്മയും മകനുമാണ് ഈ ചെന്താമര എന്ന പ്രതി കുട്ടി കൊലപ്പെടുത്തിയത്. എന്തായാലും ഇത്തരത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ നേരത്തെ ഒരു കൊലപാതകം ചെയ്ത് പോയ ഒരു പ്രതിയാണ്. ഇയാൾ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. വിശദാംശങ്ങൾ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം കുടുംബത്തിലെ ഒരു അംഗത്തിനെ തന്നെ കുത്തിക്കൊലപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ ജയിലിൽ പോകുന്നത്. അങ്ങനെ ഒരു പ്രതി ജാമ്യത്തിൽ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്ന സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും
നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, അമ്മയെയും മകനെയും ഇയാൾ വെട്ടിക്കൊന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വിവരം. ഷംന, നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഭാഗത്തൊക്കെ ഇത് വല്ലാത്ത ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ വെട്ടിക്കൊലപ്പെടുത്തുക, ഇരട്ട കൊലപാതകം നടക്കുക, അത് മുൻപും ഒരു കൊലപാതകം നടന്ന ഒരു കുടുംബത്ത് തന്നെ. പ്രതിയെ പരിചയമുണ്ടോ നാട്ടുകാർക്ക്? എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രതികരണമൊക്കെ കിട്ടാറായിട്ടുണ്ടോ നമുക്ക്? ഈ നാട്ടുകാരെല്ലാം ഇപ്പോൾ ഈ ഒരു ഇരട്ട കൊലപാതകത്തിന്റെ നെട്ടലിൽ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഒരു കൊലപാതകം നടത്തിയ പ്രതിയാണ്. അപ്പോൾ അതിൻ്റെതായ ഈ ഒരു ഭയം നാട്ടുകാരുടെ ഉള്ളിൽ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഈ പ്രതി ഈ വീട്ടുകാരെ വീണ്ടും ഒരു ഇരട്ട കൊലപാതകം നടത്തുന്നത്. അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ പാലക്കാട് നെന്മാറ സ്വദേശികൾ, ഒപ്പം തന്നെ ഈ ഒരു പോത്തുണ്ടി ബോയൻ കോളനിയിലെ സ്വദേശികളാണ്. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഇത്തരം നഗര ജീവിതം അത്രയ്ക്കും അങ്ങോട്ട് അറിയാത്ത ആൾക്കാരെ, സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ നടത്തിക്കൊണ്ട് ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. നേരത്തെ 2019 കൊലപാതകം നടന്ന് അതിന്റെ ഒരു നടുക്കം മാറുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അതൊന്ന് മറന്നു വരുന്നതിന് മുമ്പെയാണ് വീണ്ടും ഒരു ഇരട്ട കൊലപാതകം. അതിന്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. എന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ഷംന വിവരങ്ങൾ നൽകുന്നു. നെന്മാറയിൽ ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്. പ്രതി മുൻപും കൊലപാതകം ചെയ്ത ആളാണ്. നെന്മാറയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ മുൻപ് കൊലപ്പെടുത്തിയ ചെന്താമരയാണ് ഈ കൊലപാതകവും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുൻപും എന്നുള്ള വിവരങ്ങൾ ഒരു വശത്ത് വരികയാണ്. നാട് തന്നെ ആശങ്കയിലാകുന്ന, പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. പരാതികൾ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നോ, വധഭീഷണി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളിലൊന്നും വിവരം ലഭ്യമായിട്ടില്ല. ഷംന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക കൂടിയാണ്. ഇപ്പോൾ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ഈ പ്രതി അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം മാത്രം ലഭിക്കുന്നു. നെന്മാറയിലെ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കോളനിയിലെ താമസക്കാരായിട്ടുള്ള സുധാകരനെയും അമ്മയുമാണ് അവരുടെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ജയിലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തുന്നു. രണ്ടുപേരെയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രണ്ടുപേരുടെയും, സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. 2019 ഈ ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത്. 4 വർഷത്തിനു ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. കൊലയാളിയായ ചെന്താമര പോലീസ് കസ്റ്റഡിയിലാണ്. ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആ സംഭവം നടന്ന നെന്മാറ ബോയൻ കോളനി, പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനി, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷംന, റൈറ്റ്, ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ.